എല്ലാവർക്കും തെൽജസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്യാവശ്യം ഈ ഫ്ലാറ്റുകളിൽ വില്ലകളിൽ താമസിക്കുന്നവർക്ക് ഇത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മിക്കവരുടെ വീടുകളിലും ചെറിയ പാറ്റുകളുണ്ടെന്നാണ് പറയുന്നത്. വലിയ പാറ്റുകളുടെ കാര്യമല്ല, ചെറിയ പൊടി പാറ്റുകളാണ് ഈ ഫ്ലാറ്റുകളിൽ കാണപ്പെടുന്നത്. ആ പാറ്റുകളെ എങ്ങനെ കളയാന്നുള്ളതാണ്. ഞങ്ങളിവിടെ വന്നിട്ടൊരു 14 വർഷമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം വന്നപ്പോൾ പാറ്റുകൾ ഉണ്ടായിരുന്നു, ഭയങ്കര ശല്യമായിരുന്നു. അപ്പം നമ്മളുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് പാറ്റേനെ എങ്ങനെ കളയാൻ പറ്റും എന്നുള്ളത്. പല രീതിയിൽ പാറ്റേനെ നമുക്ക് കളയാൻ പറ്റും. പക്ഷെ ഞങ്ങൾ കളയുന്നത് അധികം പൈസ ചിലവില്ലാത്ത നിസ്സാരമായ കാര്യങ്ങൾ മതി പാറ്റേനെ ഓടിക്കാനായിട്ട്. നമ്മൾ ഇതുവരെ പല പല ഫ്ലാറ്റുകൾ മാറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാവുന്ന ഈ മരുന്നാണ് പ്രയോഗിക്കുന്നത്. പാറ്റ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വരെ നമ്മുടെ വീട്ടിൽ പാറ്റയില്ല കേട്ടോ. അത് ഞാൻ ഭയങ്കര ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന കാര്യമാണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ മതി പാറ്റേനെ ഓടിക്കാനായിട്ട്. അതെന്താണെന്നല്ലേ കാണിച്ചു തരാം. ഒരു മുട്ട, ഒരു പുഴുങ്ങിയ ഒരു കോഴിമുട്ടയും വേണം, ബോറിക് ആസിഡും വേണം. ഇത് ഞങ്ങൾ താഴത്തെ ഒരു ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചാണ്, കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്. നമ്മൾ ഇത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. പാറ്റ ഉണ്ടായിട്ടല്ല, നമ്മളത് പ്രിക്കോഷൻ എന്ന രീതിയിൽ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. മിക്കവാറും വീട്ടിൽ പാറ്റ ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വരാതിരിക്കാനായിട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ പാറ്റയുടെ മരുന്ന് വെക്കുക മാത്രമല്ല, നമ്മൾ വൈകിട്ട് നമ്മുടെ കിച്ചൺ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം, വേസ്റ്റ് കളയണം. അല്ലാതെ വേസ്റ്റും സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു യൂസും ഇല്ല, പാറ്റ പോകത്തില്ല. 1-2 ദിവസം പോകുമായിരിക്കും, പിന്നെ അതുപോലെ തന്നെ വരും. അതല്ല, നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകൾ കളയണം, പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. വേസ്റ്റ് കാണാം, ഫുഡ് വേസ്റ്റ് ഒരിടത്ത് വിടാൻ പാടില്ല. എന്നാൽ മാത്രമേ ഉള്ളൂ പയ്യെ പാറ്റകൾ പോകത്തുള്ളൂ. ഈ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച മതിയാവും. അപ്പം തന്നെ പാറ്റകൾ മുഴുവനും പോയിട്ടുണ്ടാവും. എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഇതിനാദ്യം വേണ്ടത് ബൗളാണ്, പിന്നെ ഒരു മുട്ടയുടെ മഞ്ഞക്കുരുവാണ്. ഇത് ഫുള്ള് വേണമെന്നില്ല, പാറ്റയുടെ അളവനുസരിച്ചാണ്. ചിലർക്ക് ഒരുപാട് പാറ്റയുള്ളവരുണ്ട്, ചില വീടുകളിലൊക്കെ റൂമിലും പാറ്റ വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരെണ്ണം ഫുൾ എടുക്കണം. അത് കിച്ചണിൽ മാത്രം ചെറുതായിട്ട് കാണുവാണെങ്കിൽ ഇതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി 4-1 ഭാഗം എടുത്താലും മതി. ഇപ്പം ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഫുൾ എടുക്കുന്നത്. എനിക്കിതിൻ്റെ 4-1 ഭാഗം മാത്രമേ ഞാൻ സാധാരണ എടുക്കാറുള്ളൂ. എനിക്ക് ചെറുതായിട്ട് പാറ്റ വന്നിട്ടുള്ളൂ ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫുൾ എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ കൈവച്ച് അല്ലെങ്കിൽ സ്പൂൺ വെച്ചാൽ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്കിത് ഞെരടി ഇങ്ങനെ പൊടിയാക്കാം. അത് കഴിഞ്ഞ് ബോറിക് ആസിഡ് ഇതിനാവശ്യമുള്ളത് മതി കേട്ടോ. നമുക്കിത് ഉപയോഗിക്കുമ്പോൾ അറിയാമല്ലോ എന്തോരം വേണ്ടി വരുമെന്നറിയാമല്ലോ. ഇത്രയും മതിയാവും. ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ബോറിക് ആസിഡും മഞ്ഞക്കുരുവും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇത് ഞാൻ ഇതിൽ വെള്ളമോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് ചെറിയ ബൗളാക്കിയിട്ട് ഇത് ചെറിയ ഉണ്ടകളാക്കി ചെറിയതായിട്ട് ഇത് ഞാൻ വെള്ളമോ ഒരു സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇത് രണ്ടും നന്നായിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ചെറിയതായിട്ട് റൗണ്ട് ഷേപ്പാക്കി എടുക്കും. ഇതേപോലെ ഇതിൽ ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കാം. ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് എടുക്കുന്നത്. ഇതേപോലത്തെ റൗണ്ടിൽ ഉണ്ടകളായിട്ട് എടുക്കണം. അങ്ങനെ ഇതെല്ലാം നമുക്ക് അതേപോലെ ഷേപ്പാക്കി മാറ്റി വയ്ക്കാം. ഇതുപോലെയാണ് അത് ഉണ്ട പിടിച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും വലുപ്പത്തിലായാലും മതിയാവും, അല്ലെങ്കിൽ ഇതിൽ ചെറുതായാലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണേ. ഇത് ഓരോ ഉരുളയും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ പാറ്റ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എടുത്ത് വെക്കണം. അത്രേ ഉള്ളൂ. ഒരാഴ്ച കഴിയുമ്പോൾ പാറ്റകളൊക്കെ ചത്തുപൊക്കോടും. പിന്നെ ഒരുപാട് പാറ്റ ഉള്ളവരാണെങ്കിൽ അടുത്ത ആഴ്ച കൂടെ ഇതേപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. പിന്നെ പാറ്റ വരത്തേയില്ല. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. പിന്നെ ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ അഭിപ്രായം പറയണം. ഇത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.